ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോരപ്പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പവുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇഡ്ഡലി അരിയാണ്. ഞാൻ 1 കപ്പ് ഇഡ്ഡലി അരിക്ക് 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ദോശയ്ക്ക് ആട്ടുന്നില്ല ആ ഒരു അരി എടുത്താൽ മതി കേട്ടോ. ഇത് 2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബീഫ് മസാലയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ കുറച്ചധികം കറി ലീവ്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരുന്ന ഒരു സ്റ്റേജിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞാൻ ബീഫ് വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി ഇത്രയാണ് ചേർത്ത് വേവിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ച നമ്മുടെ ആ ഒരു അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ആ തേങ്ങാപ്പാലിലാണ് ഇത് മുഴുവനായിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ മഷി പോലെ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലോട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വേറൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഈ ഒരു ബാറ്ററിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറക്റ്റ് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആയി പോകരുത് കേട്ടോ. അതാണ് കറക്റ്റ് പരുവേ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മോൾഡ് എടുക്കുക. ഒന്നെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് മോൾഡ് എടുക്കുക. എടുക്കുന്ന ഏത് പാത്രം ആയാലും ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് നെയ്യ് വെച്ചൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം കോരി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 ലെയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 2 ലെയർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തോട്ടൊരു ഇഡ്ഡലി തട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ മോൾഡ് വെച്ചൊന്ന് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ലെയർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ലെയർ മതി എന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ലെയറാണ് കേട്ടോ. അപ്പോൾ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് ബാക്കിയിരിക്കുന്ന മുഴുവൻ മസാലയും ഇട്ട് കൊടുക്കാവേ. മസാലയുടെ ക്വാണ്ടിറ്റി ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ആദ്യമേ വേവിക്കുന്ന ടൈമിൽ കുറച്ചധികം കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെയോ 12 മുതൽ 15 മിനിറ്റ് വരെയോ മാത്രം കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചുരപ്പത്തിരി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഡീമോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചുരപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 15 മിനിറ്റിലൊന്നും കൂടുതൽ ഒരു കാരണവശാലും സ്റ്റീം ചെയ്തെടുക്കരുത്. അപ്പോഴേക്കും ചുരപ്പത്തിരി ഹാർഡായി പോകും കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചുരപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഫ്താർ സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.